നൈസ്, NICE. നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺസ് ആൻഡ് എക്സ്പെക്ടേഷൻ. ഈ 4 കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമറുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റൂ. നൈസ് അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലായിടവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നൈസ്. ഒരു സ്റ്റാഫ്, അവന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ നമ്മൾ പറയുന്നതിൽ അങ്ങോട്ട് വരുന്നില്ല. ഇവന്റെ നൈസ് അനാലിസിസ് നടത്തണം. ഒറ്റയ്ക്ക് വിളിച്ചിരുത്തുക, അല്ലെങ്കിൽ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒരു ഡിന്നറിന് ഇവനെ കൊണ്ടുപോയിട്ട് ഇവന്റെ നൈസ് അനാലിസിസ് അവൻ പോലും അറിയാതെ നടത്തണം. അതുകൊണ്ട് ഇവൻ എപ്പം ഡൗൺ ആയാലും പൊക്കാൻ എനിക്കെന്ത് മതി, ഈ സാധനം എടുത്ത് ഞാൻ അടിക്കും. അവൻ പോലും അറിയാതെ അവൻ മോട്ടിവേറ്റഡ് ആവും. കാരണം എന്താ, അവന്റെ നൈസ് എനിക്കറിയാം, അവന്റെ നീഡ്, അവന്റെ ഇൻട്രസ്റ്റ്, അവന്റെ കൺസേൺ, അവന്റെ എക്സ്പെക്ടേഷൻ. ബിഫോർ യു അനൗൺസ് ആൻ ഓഫർ യു ഹാവ് ടു ഡു സർവേ. സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരും ഓഫർ സെല്ല് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസമാണ് 3-4 സ്റ്റെപ്പ് തമ്മിൽ തിരിഞ്ഞു പോകും. സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നറിയോ? ഒന്ന്, മാർക്കറ്റ് പഠിക്കും. പഠിച്ചതിന് ശേഷം ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയോ? ദേ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകും. സക്സസ്ഫുൾ ആളുകൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഫസ്റ്റ് ദേ സെൽ their offer and then they make their offer. ആദ്യം സെല്ല് ചെയ്യും, പിന്നെ they create their product. സക്സസ്ഫുൾ ഓഫർ സെല്ല് ചെയ്യുന്നവർ ആദ്യം വിൽക്കും, അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. മറ്റേവരോ ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഞാൻ വിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കോഴ്സുകളും നല്ല രീതിയിൽ വിൽക്കും. റീസൺ എന്താണെന്നറിയാവോ? വിറ്റ് കഴിഞ്ഞേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. സെൽ യുവർ പ്രൊഡക്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ മേക്ക് ദ പ്രൊഡക്റ്റ്. പല ട്രെയിനേഴ്സിനും പറ്റുന്ന കുഴപ്പം എന്താ? ദേ മേക്ക് കോഴ്സ് ആൻഡ് ട്രൈ ടു സെൽ. വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? വൺസ് യു ഗെറ്റ് പെയ്ഡ് യു ഗെറ്റ് മോട്ടിവേറ്റഡ്. കാരണം ഇല്ല, ഇടി കിട്ടും. ഇനി മോട്ടിവേഷൻ അല്ല, ഇടി കൊള്ളാതിരിക്കാനുള്ള മാർഗം എന്തുവാ? പ്രൊഡക്റ്റ് കൊടുത്തേ പറ്റൂ. അപ്പം എന്ത് ചെയ്യും? ഒരു മടിയും കൂടാതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഐ സെൽ ഫസ്റ്റ് ആൻഡ് ദെൻ ക്രിയേറ്റ് പ്രൊഡക്റ്റ്. ഓഫർ സെറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് അങ്ങനെ. അപ്പം എന്തുണ്ടായി? കസ്റ്റമറുടെ മൈൻഡ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണെന്നേ ഓരോ നിമിഷവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിചാരിച്ചു ഇത് ഇവന് വേണ്ട സാധനമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് സാഹചര്യം മാറി. ഇതിപ്പോൾ എന്തായി? ഡെഡ് സ്റ്റോക്കായി. ആ ചൂടപ്പം പോലെ വിറ്റിരുന്ന പല പ്രൊഡക്ട്സും മാർച്ച് 26 രാത്രി ഡെഡ് സ്റ്റോക്കായി മാറി. കോവിഡ് എന്ത് ചെയ്യാൻ പറ്റി?